ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. മുന്നോട്ട് തുഴഞ്ഞുകൊണ്ടേയിരിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നിടം വരെ. എന്താണെന്നല്ലേ? ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇമോഷണൽ ട്രോമയും എല്ലാം ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, കട്ട് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓരോ വ്യക്തികളും വ്യത്യസ്തമായ രീതിയിൽ അവ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ചിലർ വർക്ക് ഹോളിക് ആകാം, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ മ്യൂസിക് കേട്ടുകൊണ്ടേയിരിക്കുന്നു, ഒരു നിമിഷം പോലും പാട്ട് കേൾക്കാതിരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു 5 മിനിറ്റ് ഇരിക്കാൻ അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാനിയ പോലെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യത്തിലേക്ക് വെറുതെ ഇരിക്കുമ്പം അസ്വസ്ഥമായ ചിന്തകൾ വരുന്നു. ഈ ചിന്തകളെ ഈ രീതികൾ വെച്ച് മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് എത്ര നാൾ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പരിധി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഒരു മനസ്സിന്റെ ഒരു ഗ്ലാസ്സിലാണെന്ന് വിചാരിക്കുക. ആ ഗ്ലാസ്സിനകത്ത് ട്രോമയും വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം ഒഴിച്ചൊഴിച്ച് ഭദ്രമായി വെക്കുന്നു. എന്നാൽ ആ ഗ്ലാസ്സിൽ നിന്ന് മനസ്സിനെ ശല്യപ്പെടുത്തുന്ന ചിന്തകൾ വരുന്നു. അപ്പോൾ ആ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധ മാറ്റാൻ, കട്ട് ഓഫ് ചെയ്യാനുള്ള മെക്കാനിസംസ് നമ്മൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങുന്നതായിരിക്കാം, ചിലപ്പോൾ ഒന്ന് പുറത്ത് നടക്കാൻ പോകുന്നതായിരിക്കാം, ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, എന്തുമാകാം. പക്ഷെ ഇത് ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. പ്രാർത്ഥനയായിരിക്കാം, എല്ലാമായിരിക്കാം. പക്ഷെ അത് ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ള ഈ ഐറ്റംസ് കണ്ടെയ്ൻ ഇതിനപ്പുറത്തേക്ക് ഗ്ലാസ് ഓവർഫ്ലോ ചെയ്യുമ്പം ഈ മെക്കാനിസംസ് ഒന്നും ഇഫക്റ്റീവ് അല്ലാതെ ഒരു ഘട്ടം വരും. അപ്പോൾ അതായത് പെയിൻ കില്ലറും പെയിൻ ബാമും നമ്മളെ കാര്യമായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള അവസ്ഥ വരുമ്പോഴാണ് ദുസ്സഹമായി തീരുന്നത്. അങ്ങനെ ഒരു പോയിന്റിലാണ് ഹീലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് കുറെ പേരെങ്കിലും. പക്ഷെ ഒരു ഹീലിംഗ് എടുക്കേണ്ടത് ഒരു 11-ാം മണിക്കൂറിലല്ല, 11th അവറിലല്ല. ടൈംലി നിപ്പിങ് ഇൻ ദ ബഡ് എന്ന് പറയില്ലേ, ടൈംലി അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു നിവൃത്തിയില്ലാതെ വരുന്നു, ഇനി മുന്നോട്ട് പോകുന്നില്ല, ജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ഹീലിങ്ങിനെ കുറിച്ചും തെറാപ്പിയെ കുറിച്ചും സാധാരണ ചിന്തിക്കുന്നത്. അതും അതിനെക്കുറിച്ച് അവബോധമുള്ളവർ, അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളവരാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെയുള്ള ജീവിതങ്ങൾ ദുസ്സഹമായി തുടരുകയും ചെയ്യും. ആരൊക്കെയാണ് ഹീലിംഗ് എടുക്കാൻ സഹായിക്കുന്നത്? ഒരു തെറപ്പിസ്റ്റിന് സഹായിക്കാൻ സാധിക്കും, ഒരു ഹീലറിന് സഹായിക്കാൻ സാധിക്കും, ഒരു ലൈഫ് കോച്ചിന് സഹായിക്കാൻ സാധിക്കും. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് ചിന്തിക്കുന്ന മൊമെന്റിൽ ഒരാളുടെ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹീലിംഗിന് താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഐ വിൽ ബി ഗ്ലാഡ് ടു ഗൈഡ് യു ഇൻ യുവർ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി. ഹീലിംഗ് എടുക്കുന്നതും ബിഫോർ ആൻഡ് ആഫ്റ്റർ രാത്രിയും പകലും പോലെ വ്യത്യാസമുണ്ട്. സ്വന്തം കപ്പ് ഓഫ് ട്രോമ ആൻഡ് ഡിഫിക്കൽട്ടീസ് നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്നത് കൈകാര്യം ചെയ്യേണ്ടത് സ്വയം ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ.